നമ്മൾ എടുക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് നമ്പേഴ്സ്, മെഷേഴ്സ്, ലെങ്ത്, മാസ്, കപ്പാസിറ്റി, ടൈം, മണി തുടങ്ങിയവയെക്കുറിച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടി ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. JNV സെലക്ഷൻ ടെസ്റ്റ് 2001 വന്ന ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. എ ട്രെയിൻ ലീവ്സ് സ്റ്റേഷൻ എ at 8:40 AM. The next train leaves station A 6 hours later. The time of departure of the next train from station A. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം ആദ്യത്തെ ഒരു ട്രെയിന് സ്റ്റേഷൻ എയിൽ നിന്ന് ആദ്യത്തെ ഒരു ട്രെയിന് പോയത്, അതിൻ്റെ ജേണി തുടങ്ങിയത് 8:40 AM ഫസ്റ്റ് ട്രെയിൻ സ്റ്റാർട്ട് ഇറ്റ്സ് ജേണി അറ്റ് 8:40 AM. 8:40 AM ഇതിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത്. ജേണി സ്റ്റാർട്ട് അറ്റ് 8:40 AM. 8:40 AM. അടുത്ത ട്രെയിന് 6 hours ലേറ്ററാണ്, 6 മണിക്കൂർ കഴിഞ്ഞാണ് അടുത്ത ട്രെയിൻ പോയത്. അപ്പം 8:40 കൂടത്തിൽ 6 hours കൂടി ആഡ് ചെയ്താൽ മതി ഇതിൻ്റെ ആൻസർ കിട്ടാൻ. 8:40, 9:40, 10:40, 11:40, 12:40, 1:40 ആകുമ്പോൾ 5 മണിക്കൂറായി. 2:40 ആകുമ്പം 6 മണിക്കൂറാവും. 2:40 അപ്പം 2:40 ആണ് ഇതിൻ്റെ ആൻസർ. ഈ ട്രെയിന് എപ്പോൾ അവിടെ ചെല്ലും? 2:40 ഈ ട്രെയിന് അവിടെ ചെല്ലും. 2:40 PM ട്രെയിൻ ചെല്ലുന്നത്. അപ്പോൾ 8:40 കൂട്ടത്തിൽ 6 hours ആഡ് ചെയ്താൽ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. 2:40 PM ഈ ട്രെയിനിന് അവിടെ ചെല്ലുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, 1/3 പാർട്ട് ഓഫ് എ ഡ്രം ഈസ് ഫിൽഡ്. നമുക്കൊരു ഡ്രം വരച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഡ്രമ്മിൻ്റെ 1/3 പാർട്ട് ഫില്ലാണ്. 1/3 പാർട്ട് ഫില്ലാണ്. മൊത്തത്തിൽ ഇതിൻ്റെ കപ്പാസിറ്റി 3 ആണ്. അതിൻ്റെ 1/3 പാർട്ട് ഫില്ലാണ്. 1/3 പാർട്ട് എന്ന് പറയുന്ന ഇവിടെ 50 liters എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി നമുക്ക് എക്സ് എന്ന് എടുക്കാം. ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ഡ്രം ഈസ് എക്സ്. ടോട്ടൽ കപ്പാസിറ്റി ഈസ് എക്സ്. അതിൻ്റെ 1/3 എക്സിൻ്റെ 1/3 നമുക്ക് തന്നിട്ടുണ്ട്. എക്സിൻ്റെ 1/3 ഈസ് ഈക്വൽ ടു 50 liter എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് കാണാൻ എന്ത് ചെയ്യണം? എക്സിനെ 1/3 ഇൻറ്റു ചെയ്യുമ്പോഴാണ് 50. അപ്പം നമുക്ക് ഈ 1/3 ഈക്വലിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷനായി മാറും. അപ്പം 50 ഡിവൈഡഡ് ബൈ 1/3 ആവും 1/3. ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, അത് ഫ്രാക്ഷൻ ഞാൻ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ച് തരാം. ഫ്രാക്ഷൻ നമ്മൾ എടുത്തില്ല. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൻ്റെ റെസിപ്രോക്കലിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു തന്നായിരുന്നു ഞാൻ ഓർക്കുന്നത്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തിരിച്ചിടുന്നതാണ് റെസിപ്രോക്കൽ കൊണ്ട് ഇൻറ്റു ചെയ്യണം. 3/1. അപ്പം 50 × 3 ഈസ് ഈക്വൽ ടു 150 liter ആണ് ഇതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി. ഇതിൻ്റെ കപ്പാസിറ്റി കാണാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി എ ബസ് ടു ഡെറാഡൂൺ ഫ്രം ഡൽഹി ലെഫ്റ്റ് അറ്റ് 10:15. ഇറ്റ് ടുക്ക് 6 hours 30 minutes. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിംഗ് ടൈം എപ്പോഴാണ്? സ്റ്റാർട്ടിംഗ് ടൈം ഈസ് ഈക്വൽ ടു 10:15 AM ആണ് സ്റ്റാർട്ടിംഗ് ടൈം. ദെൻ ടൈം ടേക്കൺ എത്രയാണ്? ഇത് എടുത്തിരിക്കുന്ന സമയം എത്രയാണ്? ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു 6 hours 30 minutes ആണ്. 3 മണിക്കൂർ 30 minutes ആണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ റീച്ചിങ് ടൈം കാണാൻ ഇത് രണ്ടും കൂടി ഇത് കൂട്ടിയാൽ മതി. റീച്ചിങ് ടൈം ഈസ് ഈക്വൽ ടു 10:15 AM ആണ് പ്ലസ് 6 hours 30 minutes പ്ലസ് ചെയ്യുക. അപ്പം 10നോട് 6 hours കൂട്ടുമ്പോൾ 10, 11, 12, 1, 2, 3, 4, 4:15 വരും. 4:15 കൂട്ടത്തിൽ, അതായത് 4:15 എന്ന് പറയുന്നത് എന്താണ്? 4:15 എന്ന് പറയുന്നത് ഈ ട്രെയിന് അവിടെ എത്ര മണിക്കൂർ എടുക്കുന്നത്? 6 മണിക്കൂറാണ് എടുക്കുന്നത്. അപ്പോൾ 4:15 എന്ന് പറയുന്നത് 6 hours ആവും. ഈ 6 hours കൂട്ടത്തിൽ 4 മണി 15 minutes, അതിൻ്റെ അടുത്ത് 30 minutes കൂടെ കൂട്ടുമ്പോൾ 15 minutes 30 minutes കൂടെ കൂട്ടുമ്പോൾ 4:45 PM വരും. 4:45 PM.
ഇതാണ് ട്രെയിനിങ്ങിൻ്റെ റീച്ചിങ് ടൈം. ഇനി അടുത്ത എ ബോയ് സ്ലെപ്റ്റ് ഫോർ 9:45 PM. 9:45 ആ കുട്ടി ഉറങ്ങാൻ കിടന്നത്. ആൻഡ് വോക്കപ്പ് നെക്സ്റ്റ് മോർണിംഗ് അറ്റ് 5:30 AM. 5:30 AM അപ്പം 4:45 മുതൽ 5:30 AM വരെ എത്ര മണിക്കൂറുണ്ടെന്ന് നോക്കിയാൽ മതി. അത് നമ്മൾ കയ്യിൽ ആഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 7 hours 45 minutes വരും. 7 hours 45 minutes നോക്കാം. 9:45, 10:45, 11:45, 12:45, പിന്നെ രാത്രി പിന്നെ 1:45, 2:45, 3:45, 4:45 ആകുമ്പോഴത്തേക്ക് 7 മണിക്കൂറാവും. പിന്നെ 15 മിനിറ്റ് ആകുമ്പം 7:15 ആവും. അതിൻ്റെ അടുത്ത് 30 minutes കൂടെ കൂട്ടുമ്പോൾ 7 hours 45 minutes വരും. ഇനി അടുത്ത 3 bells ringing tooth at 8:30 AM. If they ring after 4, 5, 6 minutes respectively. ഇതുപോലത്തെ ഒരു പ്രോബ്ലം ഇതിനു മുമ്പ് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് LCMൻ്റെ അകത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് 4, 5, 6ൻ്റെ LCM കണ്ടാൽ മതി. LCM 4, 5, 6. 4, 5, 6 ഇതിൻ്റെ LCM കാണാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 2s are 4, 5 ഇറക്കി എഴുതുക. 3 2s are 6. ഇനി LCM is equal to 2 into 2 into 5 into 3 is equal to 2 2s are 4, 4 into 5 20, 20 into 3 60. അപ്പോൾ മിനിറ്റുകൾക്കിടയ്ക്കാണ് ഇത് അടിക്കുന്നത്. അപ്പോൾ 60 മിനിറ്റിന് ശേഷം ഇത് അടിക്കും. ഒരുമിച്ച് അടിക്കും ഈ ബെല്ലുകൾ. അപ്പോൾ 60 minutes ഈസ് ഈക്വൽ ടു 1 hour. ഇത് റിങ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്? 8:30 AM റിങ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം 8:30 AM കൂടി 1 മണിക്കൂറൂടെ കൂട്ടുമ്പം 1:30 AM കിട്ടി. ഈസ് ഈക്വൽ ടു 9:30 AM കിട്ടും. 1 മണിക്കൂറൂടെ ആഡ് ചെയ്യുമ്പോൾ 9:30 AM ഈ ബെല്ലുകൾ വീണ്ടും അടിക്കുന്നത്. അപ്പോൾ ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്. ഇതെല്ലാവരും വേണ്ടി ചെയ്ത് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. താങ്ക് യു.